ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാട്ടോ ഒന്ന് ഞാനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരികയാണ്. അപ്പോൾ അതാക്കണം ഞാൻ 2 കപ്പ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 250 ml 2 കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്നും അരച്ചിട്ട് എടുക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കണം ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഈ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അടുത്തത് പിന്നെ നമ്മളെ ശർക്കര ഉരുക്കലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാക്കണം ഒരു 5 അച്ച് ശർക്കര കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് വെള്ളമാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ ഉണ്ണിയപ്പത്തിൽ കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊപ്ര അതിൻ്റെ ആവശ്യമുണ്ട്. അതായത് പച്ച തേങ്ങയല്ല, തേങ്ങ ഉണങ്ങി കൊപ്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് 4 ഏലക്കായും കൂടിയും കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുക്കണം കേട്ടോ. അതായത് ചെറിയ കഷ്ണങ്ങളാക്കാനൊന്നും ഇപ്പോൾ ഇവിടെ നേരമില്ല. വൈകുന്നേരം കുട്ടികൾ ചായക്ക് വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്നും ഇങ്ങോട്ട് കറക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ അതാ ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരി മാത്രം ഒരു പാത്രത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ ജാറിലേക്ക് ഒരു കയ്യിൽ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപഴം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലിരിപ്പ്. അപ്പോൾ അതും കൂടി ഒരു 4 മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഗ്ലാസ് അരിയാണല്ലോ നമ്മൾ എടുത്തത്, 2 കപ്പ് അരിയാണല്ലോ എടുത്തത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ശർക്കരപ്പാവും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കൂട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരിമാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. പിന്നെ നമ്മൾ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറും ചെറുപഴവും ഒക്കെ ചേർത്തിട്ടുള്ളത്. നമ്മളിതിൽ അപ്പസോഡ ഉപയോഗിക്കുന്നില്ല. ഇല്ലാതെ തന്നെ നമ്മളെ ഉണ്ണിയപ്പമൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ പിന്നെ ഞാൻ നമ്മളെ തേങ്ങാക്കൊത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ഒന്നിങ്ങോട്ട് നെയ്യിൽ വറുത്ത് കോരണം കേട്ടോ. അപ്പോൾ അതാക്കണോ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ മിക്സിയിൽ ഒന്നുകൊണ്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങയും ഏലക്കായും കൂടി ഇട്ടൊന്നുകൊണ്ട് മൂപ്പിച്ചും കൂടി എടുക്കട്ടെ കേട്ടോ. അതൊന്നുകൂടി കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പത്തേക്ക് മുഖ്യം ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതാകൊണ്ട് അതുകൂടി ഒന്നാണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാറ്ററൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, മധുരം ഒന്നുകൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണോ ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടി എൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വിറകടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ പാം ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ചൂടായി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളെടുത്തിട്ട് ഒന്ന് തെളിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ തവിയായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് പലപ്പോഴും പറ്റലുണ്ട് കേട്ടോ. ഈ അപ്പക്കാരൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളു വേവില്ല, പുറം നല്ല ചുവന്ന കളറാവും ചെയ്യും. അപ്പോൾ ഉള്ളു വെന്തിട്ടില്ല വെച്ചെങ്കിൽ ഈ ഉണ്ണിയപ്പം ഒന്നും കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതെന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാൻ പോണില്ല. അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗമൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ മാവൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഒന്നാണ് തുടച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പറ്റി പിടിച്ച് വേറെ കളറൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്നാണ് തുടച്ചിട്ടുണ്ട്. പിന്നെ അതേകൊണ്ട് നമ്മളെ ഉണ്ണിയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൊണ്ട് വറുത്ത് കോരട്ടെ ഇനി. പിന്നെ നമ്മൾ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പിന്നെ ആ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കത്തുന്ന സമയത്ത് തന്നെ ഇതൊക്കെ വറുത്ത് കോരാനും കൂടി ശ്രദ്ധിക്കണിട്ടില്ല എന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ കുടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാ നമ്മളെ സൂപ്പർ ഉണ്ണിയപ്പം. അപ്പം ഇന്ന് 2 കപ്പ് അരി കൊണ്ട് ഞാനൊരു 10-40 ഉണ്ണിയപ്പം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണ്ണി നോക്കുമ്പോൾ ഒരു 40 ഉണ്ണിയപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.